ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. നമ്മളിപ്പോൾ ആക്ച്വലി ഇന്ന് പരിചയപ്പെടാൻ അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോട്ടറോളയുടെ മോട്ടോ ബുക്ക് എന്ന് പറഞ്ഞ ഒരു ലാപ്ടോപ്പാണ്. 14 ഇഞ്ചിൻ്റെ. നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ വരുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് അല്ല, നിങ്ങൾക്കിതിൽ കോർ അൾട്രാ 5 വരുന്നുണ്ട്, കോർ അൾട്രാ 7 വരുന്നുണ്ട്, കോർ അൾട്ര അല്ല കോർ 7 വരുന്നുണ്ട്, കോർ 5 വരുന്നുണ്ട്, കോർ അൾട്രയിലും വരുന്നുണ്ട്. അത് പക്ഷേ മോട്ടോ ബുക്ക് പ്രോ ആണ്, ഇത് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഓൾമോസ്റ്റ് പ്രൈസ് ഒക്കെ വരുന്നത് 60-65 ആ റേഞ്ചിലൊക്കെയാണ്. ഇപ്പോൾ കോർ 5 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക 55-56 ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നുണ്ട്. ഇത് കോർ 7 ആണ്, അൾട്രാ 7 ആണ്. നമ്മുടെ 1 TB SSD അതുപോലെ തന്നെ റാം 16 GB ഉള്ളു. പക്ഷേ ഇത് രണ്ടെണ്ണം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഞാൻ റാം എന്തായാലും അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്, മറ്റേ സ്റ്റോറേജ് ചിലപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഇത് ആക്ച്വലി നമ്മുടെ ട്രാവൽ പർപ്പസിനൊക്കെ സമയത്ത് വേണ്ടിയിട്ട് എടുത്തതാണ്. ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ കൊണ്ടുനടക്കാനും എളുപ്പത്തിലേക്ക്. ഇത് മെറ്റൽ ഡിസൈനാണ്. പിന്നെ ഡിസ്പ്ലേ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. നമ്മളിത് അൺബോക്സിംഗ് ആണൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ MRP ഒക്കെ 1 ലക്ഷം രൂപയ്ക്കാണ് അവർ കൊടുത്തേക്കുന്നത്. മെയ്ഡ് ഇൻ ചൈനയാണ്. മോട്ടറോള നിങ്ങൾക്ക് അറിയായിരിക്കും, ലിനോവേൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ സപ്പോർട്ടൊക്കെ മിക്കതും അവർ തന്നെയായിരിക്കും. ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെ സർവീസ് സെൻ്ററുകളൊക്കെ ഉണ്ട്, ഡയറക്റ്റ് ഒന്നും അല്ല, എന്നാലും നമ്മുടെ മോസ്റ്റ്ലി എല്ലാ ബ്രാൻഡിൻ്റെയും സർവീസ് ചെയ്യുന്ന റിയൽ ടെക് എന്ന് പറഞ്ഞൊരു സാധനമാണത്. ലിനോവേൻ്റെയും അതൊക്കെ കണക്ക് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം നമ്മുടെ അസുസിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് ഫ്ലിപ്കാർട്ടിലാണ് ഓഫർ കൂടുതലിട്ട്, അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിച്ചത്. ഞാൻ പറയാറുണ്ട് നോർമൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാറില്ലെന്ന്, പക്ഷേ വേറെ രക്ഷയില്ല, നമുക്ക് ഓപ്ഷനില്ല. ഞാൻ ഷോപ്പിലൊക്കെ പോയി ചോദിച്ചാൽ ഷോപ്പിലൊന്നും കിട്ടാറില്ല മോട്ടോ ബുക്കൊന്നും. പിന്നെ ഞാൻ അസുസിൻ്റെ ആദ്യം നോക്കണ്ടായിരുന്നു. അസുസിൻ്റെ എല്ലാം ഭയങ്കര ഓവർ പ്രൈസിലാണ്. നിങ്ങൾക്ക് OLED ഡിസ്പ്ലേ ഒന്നും ഒരു 80-ൻ്റെ താഴെ 55,000-ൻ്റെ താഴെയൊന്നും OLED ഡിസ്പ്ലേ കിട്ടുകയില്ല. അതും ബാക്കിയൊക്കെ സ്ക്രീൻ സ്പെക്ക് ആയിരിക്കും. അപ്പോൾ ഇതിന് എനിക്ക് ഞാനൊരു പഴയ ഒരു ലിനോവിൻ്റെ ലാപ്ടോപ്പ് തന്നു, അതിന് ഒരു 1000 രൂപ കിട്ടി. അത്ര ഡെഡായിരുന്നു അത്, പോട്ടെ. 1000 രൂപ കിട്ടി. പിന്നെ നമുക്ക് ICICI ബാങ്കിൻ്റെയും ആക്സിസ് ബാങ്കിൻ്റെയും കാർഡിലൊരു നല്ല ഡിസ്കൗണ്ട്. എനിക്ക് 10,000 രൂപയാണ് ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് കിട്ടിയത് ആക്സിസ് ബാങ്കിൻ്റെ കാർഡിന്. ഈ രണ്ടിൻ്റെ കാർഡിൻ്റെയും അപ്ലൈ ചെയ്യാൻ നമ്മുടെ ലെഫറിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സെയിൽസിന് മുമ്പ് പെട്ടെന്ന് കയറി എടുത്തോട്ടെ, അല്ലെങ്കിൽ നല്ല ഡീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് സാധനം കിട്ടിയത് 50,000 രൂപയ്ക്കാണ്. നിങ്ങൾക്ക് ഇപ്പോൾ സ്പെക്സ് രൂപയ്ക്ക് 50,000 രൂപയ്ക്ക് കാണാനും കിട്ടില്ല. ഒന്നാമത് പിന്നെ ആമസോണിലും ഇല്ല. നിങ്ങൾക്ക് ഒന്നെങ്കിൽ മോട്ടറോളയുടെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാം. ഫ്ലിപ്കാർട്ട് ആകുമ്പോൾ നമുക്ക് 1 ഡേ ഡെലിവറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് 2 കളറിൽ അവൈലബിൾ ആണ്. പ്ലാൻഡ് ഓൺ എന്താ പറയുക സർട്ടിഫൈഡ് ആയിട്ടുള്ള കളറുകളാണ്. ഒരു ഗ്രീനും ഉണ്ട്, ഒരു ബ്ലൂ ഉണ്ട്. അപ്പോൾ ഞാൻ ബ്ലൂ എടുത്തത്. പിന്നെ നമുക്കിതിൽ 65 വാട്ടിൻ്റെ ഒരു ചാർജറും വരുന്നുണ്ട്. പക്ഷേ ആ ചാർജർ നോർമൽ ചാർജർ അല്ല കേട്ടോ. സാംസങ്ങിൻ്റെ ഒക്കെ ലാപ്ടോപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് നോർമൽ നമ്മുടെ എന്താ പറയുക നോർമൽ ചാർജർ എന്ന് വെച്ചാൽ ചെറിയ തന്നെയാണ്. പക്ഷെ എന്നാലും സാംസങ്ങിൻ്റെ മാക്ബുക്കിനൊക്കെ ചാർജ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ചാർജർ പോലത്തെ ഒരു ചാർജറാണല്ലോ. പക്ഷെ ഇതങ്ങനെയല്ല, പറയുമ്പോൾ Type-C ആണ്. എന്നാലും അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു സ്റ്റഫ് കൂളിൻ്റെ ഒരു 100 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന 25,000 mAh പവർ ബാങ്കാണ് അത്. ഇതിൻ്റെ വീഡിയോ കാണുന്നത് കണ്ടു കേട്ടോ. ഇതൊക്കെ ചാർജിങ് സപ്പോർട്ട് ചെയ്തു. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് സംഭവം ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ചാർജർ, ഉണ്ടോ? അത്രേ ഉള്ളൂ. എല്ലാം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ പണ്ടത്തെ സിസ്റ്റം തന്നെയാണ്, ഇങ്ങനെ 2 കണക്ഷൻ വരുന്നത്. പക്ഷേ വെയിറ്റ് ഒന്നുമില്ല, ചെറുതാണ്. പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും 65 വാട്ടിൻ്റെ ഏതെങ്കിലും PD ചാർജർ വാങ്ങിച്ച് ഉപയോഗിച്ചാലും മതി. അങ്ങനെ ഒരു പ്ലസ് പോയിന്റിൽ വരുന്നുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേ ആണ് അതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആണ്. അപ്പോൾ എന്തായാലും ഫുൾ മെറ്റൽ ബോഡിയാണ്. കളർ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഇത് നോർമൽ 4 സ്ക്രൂ ഉണ്ട്. അത് ഊരിക്കഴിഞ്ഞാൽ നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. റാം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, SSD അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് SSD 2 മോഡൽ വരുന്നുണ്ട്. 512 GB വരുന്നുണ്ട്, 1 TB വരുന്നുണ്ട്. എല്ലാം നമ്മുടെ 4.0 ആണ്. അതുപോലെ തന്നെ DDR5 ആണ് വരുന്നത് കേട്ടോ. ഇതിൽ പോർട്ടിന് കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു HDMI പോർട്ട് ഫുൾ വരുന്നുണ്ട്. പിന്നെ ഒരു Type-C പോർട്ട് ഉണ്ട്. 3 ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതാണ് PD. അതുപോലെ തന്നെ 2 Type-C പോർട്ട് ഉണ്ട്. പിന്നെ നമുക്കൊരു ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് 2 നമ്മുടെ എന്താ പറയുക Type-A പോർട്ട് ഉണ്ട്. അതിലൊരു Type-A പോർട്ട് നമുക്ക് ഫോണല്ല ലാപ്ടോപ്പ് ഓൺ അല്ലെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം കേട്ടോ. അത് ഓൾവേസ് ഓൺ ഒരു പോർട്ടാണത്. പിന്നെ ഒരു മൈക്രോ SD കാർഡ് ഉണ്ട്, സ്ലോട്ട് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പവർ ബട്ടൺ ഇവിടെയാണ്. ഇതിൽ ഫിംഗർ പ്രിൻ്റ് ഇല്ല, പക്ഷേ നമുക്ക് വിൻഡോ ഹാലോ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഫേസ് അൺലോക്ക് ഉണ്ട്. ഫേസ് അൺലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ IR ഇത് വെച്ചിട്ടാണ് നമ്മുടെ ആപ്പിളിൻ്റെ പോലത്തെ ഐഫോണിലത്തെ പോലത്തെയാണ്, അല്ലാണ്ട് മറ്റേ വെറുതെ ക്യാമറ നോക്കിയിട്ടുള്ള പരിപാടിയല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ബട്ടൺ വരുന്നിട്ട്. അതെന്താണ് അവിടെ പോകുന്നുണ്ട് പവർ ബട്ടൺ. പെട്ടെന്ന് എല്ലാവരും തട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഓണാവും. അങ്ങനെ ഒരു കുഴപ്പത്തിലുണ്ട് ഈ സാധനം. ഇത് നമുക്ക് സിംഗിൾ ഹാൻഡിലൊക്കെ തുറക്കാട്ടോ. ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താ ഒരു ഇഷ്യൂ ഇല്ല, കണ്ടോ? അത് ഓപ്പൺ ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഓൺ ആയിക്കോളും, കണ്ടോ? അപ്പോൾ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്. അതാ ഞാൻ പറഞ്ഞ കാരണം, കണ്ടു. ഓൾവേസ് ഓൺ USB പോർട്ടാണത്. USB പോർട്ട് വിത്ത് ബാറ്ററി ഐക്കൺ സപ്പോർട്ട് പവർ ഔട്ട്പുട്ട് ഇൻ പവർ ഓഫ് സ്റ്റേറ്റസ്. കണ്ടു ഡിസ്പ്ലേ നോക്കി നിങ്ങൾ. ഞാൻ ഫോണിൻ്റെ ഡിസ്പ്ലേ നമ്മുടെ വലുതാക്കി വെച്ച പോലെ ഉണ്ട് സാധനത്തിൻ്റെ ഡിസ്പ്ലേ കാണുമ്പോൾ. ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ കേട്ടോ.
ഫങ്ഷൻ കീസും കാര്യങ്ങളൊക്കെയാണ്. ചെറിയ സാധനമാണ്, 14 ഇഞ്ചിൻ്റെ ഇതാണ് കേട്ടോ. പെർഫോമൻസ് അത് തന്നെ നമ്മുടെ വിൻഡോസ് ഹലോ. ഇതിപ്പോൾ ഞാൻ ചെരിഞ്ഞ് നമ്മുടെ ലൈറ്റൊക്കെ കുറഞ്ഞിട്ടായിരിക്കുന്നത്, അല്ലാണ്ട് കിട്ടൂടാ. ഇത് കറക്റ്റ് നേരെയാണ് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ അയക്കുന്നത് എൻ്റെ പൊസിഷൻ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് നോക്കിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ കണ്ടു ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നോക്കി നിങ്ങൾ, ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ, പെർഫോമൻസും സൂപ്പറാണ്. അൾട്രാ 5 ആണ്. ഞാൻ പറഞ്ഞല്ലോ, അത് ഒന്നാമത് ഇത് എന്താ പറയുക, നമ്മുടെ ഓപ്പൺ ബോക്സ് ആണ് ഫ്ലിപ്കാർട്ടിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ കുറേയൊക്കെ നോക്കി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ പറയുന്നത് നമ്മൾ ചെറുതായിട്ട് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുന്നു, അതൊക്കെ സൂപ്പറായിട്ട് വരുന്ന ഒരു കുഴപ്പങ്ങളുമില്ല. 16 GB ഞാൻ എത്ര യൂസ്ഡ് ആവുന്നുണ്ടെന്ന് കാണിച്ചു തരാം. ട്രാക്ക് പാഡൊക്കെ അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ. ടാസ്ക് മാനേജറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ റാം എന്തായാലും ഞാൻ പിന്നീട് അതിൽ ഉണ്ട്. ഇവിടെ സ്ലോട്ട് 2 കാണിക്കുന്നുണ്ട് കേട്ടോ. സ്ലണ്ട് ഇതിൽ 8 GB കിടക്കണം. അപ്പോൾ ഒരു 8 GB എടുത്ത് മാറ്റേണ്ടി വരും, അങ്ങനെ കുഴപ്പമുണ്ട്. ഇതിൽ 18.6 GB വരുന്നുണ്ട്. അതിൽ 1.5 GB ക്യാഷ് മെമ്മറിക്ക് ഉപയോഗിച്ചേക്കാണ്. ഇനി അവൈലബിൾ 10.5 GB കൂടി അവൈലബിൾ ആണ്. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അപ്ഗ്രേഡ് ചെയ്യുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഡിസ്പ്ലേ നോക്കി എനിക്ക് തന്നെ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കാനൊന്നുമില്ല. അങ്ങനത്തെ ഡിസ്പ്ലേ നമ്മുടെ പറഞ്ഞില്ലേ, ഒരു OLED നിങ്ങൾ സാംസങ്ങിൻ്റെ അൾട്രാ സീരീസ് ടാബുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അറിയാം. ഒരു രക്ഷയില്ലാത്ത 14 ഇഞ്ചിൻ്റെ ഉണ്ടാവും. ഒരു രക്ഷയില്ലാത്ത 120 Hz സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൻ്റെ ഇഷ്ടം പോലെ ആൾക്കാർ ഇതിൻ്റെ പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പോലെ തന്നെ ഫുൾ സ്പെക്കും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ സ്പീക്കർ പോലെ ആയാലും ഒരു ആവറേജ് കാര്യങ്ങളുള്ളൂ. 2 ഫ്രണ്ട് സ്പീക്കറാണ്. ഞാൻ നമ്മൾ നോർമൽ യൂസുള്ള കാര്യങ്ങൾ പറഞ്ഞത്. റിവ്യൂ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇത് ഇനീഷ്യൽ അൺബോക്സിങ് റിവ്യൂ ആണ്. ഇൻ്റലിൻ്റെ 2 ബ്രാൻഡിങ് ഉണ്ട് ഇവിടെ. ഇൻ്റലിൻ്റെ സ്വിച്ച് കൊണ്ട് സ്റ്റിക്കർ കൊണ്ട് ഇൻ്റൽ കോർ 7 ആണ്. 7 മോഡലാണത്. 7ൻ്റെ സ്റ്റിക്കറിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡും കാണാനൊക്കെ സെയിം ആണ്. വേറെ പ്ലെയിൻ ആണ് ഉണ്ടാകും. നമ്മുടെ ഓൾമോസ്റ്റ് മാക്ബുക്കിൻ്റെ കോപ്പിടിച്ച് പോയിട്ടുണ്ട്. കോപ്പടിക്കാനൊന്നുമില്ല. അപ്പോൾ മാക്ബുക്കുകാരുടെ സ്ഥിരം ഒമ്പതൊന്നുമല്ല. അപ്പോൾ കുറേ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. തിന്നാണ് കണ്ടോ, വെയ്റ്റ്ലെസ് ആണ് കേട്ടോ. 1.38 അത്ര ഗ്രാമൊക്കെ ഉള്ളൂ. പിന്നെ താഴെയായിട്ട് നമുക്ക് വെൻറ്റുകളൊക്കെ കാണാം. അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിൽ കാണാം. ഇനീഷ്യൽ റിവ്യൂ പറഞ്ഞ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കാൻ പറ്റൂടെ. എൻ്റെ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കൂടെ കാണുന്നത് യാസൂസിൻ്റെ ഗെയിമിംഗ് ലാപ്ടോപ്പ് കൂടെ ഇരിക്കുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അതാണ്. ഇത് നമ്മുടെ എന്താ പറയുക ട്രാവലിംഗ് പർപ്പസിനൊക്കെ ടൈമിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. പ്രമോഷനൊന്നും അല്ല കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് ഈ ബോക്സിൽ നമുക്ക് ഇത്രയും ബുക്ക്ലെറ്റ്സുകളുണ്ടായിരുന്നു. മോട്ടോറോളയുടെ റെസ്ട്രിക്ഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഇതെന്ത് സംഭവം, വിൻഡോസ് ഹോം എഡിഷൻ അതിൻ്റെയാണത്. പിന്നെ ഇതെന്താ, സേഫ്റ്റി ഇൻഫർമേഷൻ്റെ ഒരു ലെറ്റർ. പിന്നെ അവരുടെ ഒരു ചെറിയ ഒരു ബുക്ക്ലെറ്റ്, മോട്ടോ ബുക്ക് 60. അതിൻ്റെ പോർട്ടുകളും സംഭവങ്ങളും ഇത് ഇനീഷ്യൽ സെറ്റപ്പൊക്കെ മാത്രം ചെയ്തിട്ടുള്ളൂ കേട്ടോ ഞാൻ. പിന്നെ മൈക്രോഫോൺ ക്യാമറ ഷട്ടറൊക്കെ ഉണ്ട് അതിൽ. പിന്നെ ഒന്നുമില്ല. പിന്നെ അത്രയും ഉള്ളൂ. ഗെറ്റ് ഇറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ അതിൻ്റെ ബട്ടൺസിനെ കുറിച്ച്, അതിൻ്റെ പോർട്ടുകളെ കുറിച്ചൊക്കെ കൊടുത്തേക്കുന്നതാണ്. അത് ചെറിയ ബുക്ക്ലെറ്റാണ് കേട്ടോ. നമ്മുടെ സാധാരണ അസൂസിൻ്റെ നോവിൻ്റെ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഒരു അട്ടി ബുക്ക് ഉണ്ടാവും. അത്രയൊന്നും ഇല്ല കേട്ടോ. ആകെ 2 നമ്മുടെ ഫോൺ വാങ്ങിക്കുമ്പോൾ കിട്ടില്ല. എത്രയേ ഉള്ളൂ സാധനത്തിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക മോട്ടോ ബുക്കിൻ്റെ അൺബോക്സിങ് വീഡിയോ. ഒരു ഇനീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ റിവ്യൂ ഒക്കെ നമ്മളൊരു 1 വീക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും സെയിൽസിന് മുമ്പ് 1 വീക്ക് ആവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് സെയിൽസ് അല്ലാണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല ഓഫറിലാണ് കിട്ടുന്നുണ്ട്. ശരിക്കും ഇത് ലോഞ്ചിങ് പ്രൈസ് 65 ആയിരുന്നു. ഇപ്പോൾ ഇത് 59,999 കിട്ടുന്നത്. അത് കൂടാണ്ട് തന്നെ ആക്സിസ് ബാങ്കിൻ്റെ കാർഡിന് 8,000 rupees ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്, ആക്സിസും ICICI. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാർഡ് അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിൽസിന് നല്ല പോലെ സാധനങ്ങൾ ലാഭത്തിന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ, അതിൻ്റെ സംഭവങ്ങളൊക്കെ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വലിച്ചു നീട്ടുന്നില്ല. അടുത്ത വീഡിയോ കാണാം. ബൈ.